താനൊരു വാർത്തയാകുമെന്ന് സുബ്ബേട്ടൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. വാർത്തകൾ വിൽക്കുന്നതിനിടയിൽ അങ്ങനെ കരുതാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്നാണ് സുബ്ബേട്ടൻ ഇപ്പോഴും കരുതുന്നത്. പത്രം വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് ഏജൻസിയായല്ല പ്രവർത്തനം. നീണ്ട 43 വർഷം പത്രങ്ങൾ കയ്യിലെടുത്ത് വടകര പുതിയ ബസ് സ്റ്റാൻഡിലും ബസ്സുകളിലും വിൽക്കുകയാണ്. അതിനു മുൻപ് പഴയ ബസ് സ്റ്റാൻഡായിരുന്നു തട്ടകം. ഇപ്പോൾ 300ഓളം പത്രം ദിവസത്തിൽ ചിലവഴിക്കുന്നു. പലപ്പോഴും ശരീരം പിണങ്ങാറുണ്ടെങ്കിലും ദിനവും പുലർച്ചെ 2:30 ഉണരും. കോട്ടക്കടവിലെ വീട്ടിൽ നിന്നും ഭാര്യ പ്രേമിയുടെ കയ്യിൽ നിന്നൊരു ചായയും വാങ്ങി കുടിച്ച് ഒറ്റ നടത്തം. പത്രവണ്ടികളിൽ കയറി ബസ് സ്റ്റാൻഡിലെത്തും. പിന്നെ ഏകദേശം 12 മണിവരെ ചൂടുള്ള വാർത്ത. 2:20 വരും. എന്നിട്ട് കോട്ടക്കടവിൽ ഇരിക്കും. ആദ്യ മാതൃമേൻ്റെ മാധ്യമത്തിൻ്റെ വണ്ടി വന്നാൽ കയറിയിട്ടും വരും. പത്രം ഇല്ലാത്ത സ്ഥലത്തിൻ്റെ പേരാന്തി പിടിക്കും. എത്തിയാൽ നേരം പോക്കും. സുബ്ബേട്ടനിലൂടെ കൂടിയാണ് കേരളത്തിന്റെ വാർത്താ ചരിത്രം സഞ്ചരിച്ചിട്ടുള്ളത്. അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവം ഇങ്ങനെ. ഇവിടുന്ന് ബസ് പോയിട്ട് ആർന്ന് ജീപ്പ് തടഞ്ഞിട്ട് റെയിൽവേയിൽ വന്നിട്ട് ആ പത്രം എടുത്തേ. ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പ് സ്വന്തമാക്കിയത്, മിഠായി തെരുവിലെ തീപിടുത്തം, EMSന്റെ മരണം, ഒടുവിൽ TPയുടെ കൊലപാതകം. അങ്ങനെ സുബ്ബേട്ടന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത എത്രയോ വാർത്തകൾ. അവയെല്ലാം തന്റെ കയ്യിലൂടെ കൂടി ലോകമറിഞ്ഞുവെന്ന ചാരിതാർത്ഥ്യം ഈ 70കാരനുണ്ട്. കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കാണുന്നവരുടെ വാക്കുകൾ. എന്തായാലും ചെറുപ്പത്തിൽ ഞാൻ കാണല്ലോ. ഞാൻ സ്കൂൾ പഠിക്കാൻ വരുമ്പോൾ സുബ്ബേട്ടൻ ഉണ്ടാവും. സുബ്ബേട്ടൻ എല്ലാവർക്കും അറിയും. സുബ്ബേട്ടനെ അറിഞ്ഞുകൂടാത്ത ആളെയും വടകര പരിസരത്തുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ചൂടുള്ള കടുപ്പത്തിലൊരു ചായയിലും ഒരു പത്രത്തിലും വടകര ബസ് സ്റ്റാൻഡുമായി ചേർന്നു പോകുന്ന ജീവിതങ്ങൾക്ക് പ്രഭാതം പൂർണ്ണമാകില്ല. അതിനൊപ്പം സുബ്ബേട്ടൻ എന്നൊരു പേരുണ്ട്. സാധാരണ ജീവിതം കൊണ്ട് വളരെ ലളിതമായി നമ്മുടെ ഹൃദയത്തിൽ ഇടം സ്വന്തമാക്കുന്നവർ. ക്യാമറമാൻ ജിതേഷിനോടൊപ്പം വിപിൻ C. വിജയൻ, മാതൃഭൂമി ന്യൂസ്, വടകര.